കോളറെക്ടൽ ക്യാൻസറിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കൂടാതെ ഡോക്ടർക്ക് ആളുകളോട് പറയണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് 50-70% ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്നൊരു ക്യാൻസർ കൂടി കോളറെക്ടൽ ക്യാൻസർ ആണെന്നാണ്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞതിലേക്ക് വായിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആളുകളോട് ഡോക്ടർക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൽ വരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ? Colorectal cancer is a preventable disease and detectable disease, and if detected it is completely curable. അപ്പോൾ അങ്ങനെ ഒരു സീനറി ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് മുതൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ ഹെൽത്തി ഡയറ്റ്, അതായത് റിഫൈൻഡ് കാർബ് ഒഴിവാക്കുക, പ്രോസസ്ഡ് മീറ്റ് മിനിമൈസ് ചെയ്യുക, റെഡ് മീറ്റ് ഞാൻ പറഞ്ഞ പോലെ റെസ്ട്രിക്റ്റ് ചെയ്യുക, പിന്നെ റെഗുലർ എക്സസൈസ്. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും നമുക്ക് ഒരു എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിച്ചാൽ നമ്മുടെ വെയിറ്റ്, ഈ ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ 18-നും 24-നും ഇടയ്ക്ക് നിർത്താൻ സാധിച്ചാൽ, നമ്മുടെ ഇപ്പോൾ കഴിക്കുന്നതിലും കൂടുതൽ വെജിറ്റബിൾസ് നമ്മൾ കഴിച്ചാൽ, അതായത് ഇപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇരട്ടിയാക്കിയാൽ, നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ അത് മുഴുവനായി, അതായത് ഫുൾ ഫ്രൂട്ടായിട്ട് കഴിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഈ കൊളോറക്ടൽ ക്യാൻസർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഇൻസിഡൻസ് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ, ഇതൊരു നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് 45 ഇയേഴ്സിൽ നമ്മളൊരു കൊളോണോസ്കോപ്പി ചെയ്യുക, പിന്നെ എവരി ഇയറിൽ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് നോക്കുക. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ നമുക്ക് ഈ കൊളോറക്ടൽ ക്യാൻസർ കണ്ടുപിടിക്കാം. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെടുന്ന കൊളോറക്ടൽ ക്യാൻസർ ഈസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. അപ്പോൾ അത് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യണം എന്ന്. കോളറെക്ടൽ ക്യാൻസറിന് മാത്രമല്ല, അല്ലാണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുറച്ചും കൂടെ പ്രായമായ ആളുകൾക്ക് വരുന്നൊരു ഡിസീസായിട്ടാണ് നമ്മൾ ക്യാൻസറിനെ കാണുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഹെൽത്തിന് പ്രശ്നമൊന്നും ഇല്ലാത്തൊരാൾ, ഒരു 45+ ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട സെറ്റ് ഓഫ് ടെസ്റ്റുകളുണ്ടോ, ചെയ്ത് നോക്കാൻ പറ്റുന്ന അവരുടെ ഒരു ബെറ്റർ ഹെൽത്തിന് വേണ്ടി, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി? അത് നമ്മുടെ ഈ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയും. ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമില്ലാത്ത ആൾക്കാരിൽ നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്ത് അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഈ സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്ന എല്ലാ ക്യാൻസറും കണ്ടുപിടിക്കാനില്ല. നമുക്ക് കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും സുഖപ്പെടുത്താൻ പറ്റുന്ന ക്യാൻസറുകളെ ഏർലി സ്റ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്ക്രീനിങ്ങിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മൾ ഫീമെയിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ബ്രസ്റ്റും CA cervix, ഗർഭാശയകള ക്യാൻസർ, ഈ 2 ക്യാൻസറിനൊക്കെയാണ് അവരുടെ ഒരു സ്ക്രീനിങ് ഷെഡ്യൂൾ നമ്മൾ നോക്കുന്നത്. നമുക്ക് ബ്രസ്റ്റിൻ്റെ അറിയാമല്ലോ, 40 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർലി മാമോഗ്രാം, എല്ലാ മാസവും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ആണെങ്കിൽ നമ്മളൊരു 22-23 ഇയേഴ്സ് ആകുമ്പോൾ തൊട്ട് നമ്മൾ എവരി 3 ഇയർ നമ്മളൊരു പാപ്പ് സ്മിയർ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളാണ്. ഇതാണ് ഫീമെയിൽ. ഇനി നമ്മളൊരു ജനറൽ ഇത് എടുത്തു കഴിഞ്ഞാൽ, മെയിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞത് കൊളോറക്ടൽ ക്യാൻസർ, അതിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 45 ഇയറിൽ ഫസ്റ്റ് കൊളോണോസ്കോപ്പി, പിന്നെ ഇയർലി ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ്, പിന്നെ എവരി 5 ഇയർ സിഗ്മോഡോസ്കോപ്പി. നമുക്ക് പറ്റുമെങ്കിൽ ഇത് കൂടാതെ ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട്. നമുക്ക് ഈ ട്യൂമർ DNA ഡിറ്റക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റൂളിൽ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ DNA ടെസ്റ്റ് എന്ന് പറയും. അത് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. അത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ അത് കൊളോറക്ടം. പിന്നെ നമ്മുടെ 50 വയസ്സിന് ശേഷമുള്ളവർക്കാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സിറം PSA നോക്കുക. PSA എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞൊരു ട്യൂമർ മാർക്കർ നോക്കുക ഈ 50 വയസ്സ് കഴിഞ്ഞ് ഇയർലി. പിന്നെ ഉള്ളത് സ്മോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ലങ് ക്യാൻസർ ചെയ്യുക. അതും 40 ഇയേഴ്സ് തൊട്ട് നമ്മൾ ലോ ഡോസ് CT സ്കാൻ എന്ന് പറയും. അതായത് നമ്മൾ വളരെ കുറച്ച് ഡോസ് കൊടുത്തിട്ട് നമ്മൾ എവരി ഇയറിൽ നമ്മൾ ലോ ഡോസ് CT സ്കാൻ ചെയ്യുക. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള നമ്മളുടെ ചെക്കപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാനും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. ഒരു ടൈപ്പ് ഓഫ് മൗത്ത് ബാക്ടീരിയ ക്യാൻ കോസ് കോളോറെക്ടൽ ക്യാൻസർ എന്ന് അതും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇസ് ദാറ്റ് സോ? അതായത് ഈ ഗം ഡിസീസസ് ഒക്കെ ക്യാൻസറിൻ്റെ ഒരു ഡിറ്റക്ഷന് സഹായിക്കുന്നൊക്കെ ഒരു പരിധിവരെ ശരിയാണ്. ഫ്യൂസോബാക്ടീരിയം ന്യൂക്ലിയേറ്റം എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ബാക്ടീരിയ, അത് ഈ ഫ്യൂസോബാക്ടീരിയം ന്യൂക്ലിയേറ്റം കൂടാതെ തന്നെ പല ബാക്ടീരിയകളും ഈ കോളോറക്ടൽ ക്യാൻസർ ഉള്ളവരുടെ കുടലിൽ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള റിസർച്ചുകളും നടക്കുന്നുണ്ട്. ഈ ഫ്യൂസോബാക്ടീരിയം ന്യൂക്ലിയേറ്റത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ നമ്മുടെ DNA ഡാമേജ് ഉണ്ടാക്കാനായിട്ടും അല്ലെങ്കിൽ സെൽ പ്രോലിഫറേഷന് ഇൻ്റർഫിയർ ചെയ്യാൻ കഴിവുള്ളൊരു ബാക്ടീരിയയാണ്.
അപ്പോൾ ഈ കൊളോറക്ടൽ ക്യാൻസർ ഉള്ളവരുടെ പരിശോധിച്ചപ്പോൾ ഈ ബാക്ടീരിയ അവിടെ കൂടുതലായിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനെതിരെ മരുന്നുണ്ടാക്കാമോ, അല്ലെങ്കിൽ അതിൻ്റെ റോൾ എത്ര സിഗ്നിഫിക്കൻ്റ് ആണ്, അത് ഏതൊക്കെ ടൈപ്പ് ഡയറ്റ് കഴിക്കുന്നതിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആക്റ്റീവ് റിസർച്ചിലുള്ള ഒരു കാര്യമാണ്, ഒരു പരിധിവരെ സത്യവുമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ കോളോറക്ടൽ ക്യാൻസർ അല്ല, മൊത്തത്തിൽ നമ്മുടെ മൗത്ത്, നമ്മുടെ ഉള്ളിലെ ഗമ്മിൻ്റെ ഹെൽത്ത് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ക്യാൻസർ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഉള്ളിൽ ഹീൽഡ് ആവാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പല്ലിന് പ്രശ്നമുള്ളതൊക്കെ പിന്നീട് ക്യാൻസറിലേക്ക് പോവാം, അതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്ന്. അത് ശരിയാണോ? അങ്ങനെയില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള ഈ പുവർ ഹെൽത്തൊക്കെ, ഈ ഓറൽ ഹൈജീനൊക്കെ ഈ ഫ്യൂസോബാക്ടീരിയം പോലെയുള്ള ബാക്ടീരിയകൾ കൂടുതൽ കൊളനൈസ് ചെയ്യാനായിട്ട് അത് ഇൻഡയറക്ട്ലി നമ്മുടെ ഒരു ഇൽ ഹെൽത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മളുടെ ഒരു കെയർലെസ്നെസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മളൊരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ വായിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഉള്ളവർ, നമ്മളെ കെയർ ചെയ്യാത്തവർ, അങ്ങനെയുള്ളവരിൽ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രോബ്ലമായി മാറാം. അല്ല, നമ്മളൊരു നോർമൽ ഹെൽത്തി ആയിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഇതുമായിട്ട് നേരിട്ട് റിലേഷനൊന്നും വരില്ല. ഓക്കെ.